സ്വന്തം ബാപ്പാൻ്റെ ബോഡി 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തായാലും സംഭവിക്കാനിരിക്കുന്നതാ. ആ ബോഡി കൊണ്ടുപോയിട്ട് ഖബറിലൊക്കെ അങ്ങോട്ട് ഇറക്കി വെക്കുന്ന സമയത്ത് വരുന്നൊരു ബോധ്യമുണ്ട്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു തണൽ വൃക്ഷമാണ് എന്നെയും പിരിഞ്ഞു പോകുന്നത്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം എന്നോട് പോലും ചോദിക്കാതെ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തീരുമാനിച്ച് നടപ്പിലാക്കി ആ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ചെയ്ത് തീർത്തിട്ടാണ് അയാൾ പോകുന്നത്. ഒരു പക്ഷേ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം. ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ആ മനുഷ്യൻ്റെ അടുത്തുനിന്നാണ്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ അയാൾക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. അയാൾ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് അയാൾ ഉണ്ടാക്കിയ സമ്പത്തോ നാടോ വീടോ അയാൾ നിന്ന പള്ളി കമ്മിറ്റി ഒന്നും അയാളുടേതല്ലാതായിട്ട് മാറും. അവിടെ ഒക്കെ പുതിയ ആളുകൾ വരും. പക്ഷെ അയാളുടെ മക്കളുണ്ടല്ലോ, അതെന്നും അയാളുടേതായിരിക്കും. മക്കളുടെ മക്കളും പരമ്പരയൊക്കെ അയാളോട് ചേർത്തിട്ടായിരിക്കും വിളിക്കപ്പെടുന്നത്. നമ്മുടെ മക്കളെന്നുള്ള നിലക്ക് മാതാപിതാക്കളെക്കുറിച്ച് ഈ ബോധ്യം അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരോടുള്ള സ്നേഹം വരുന്നത്. ആ ബോധ്യം വരുന്ന, ആ തിരിച്ചറിവ് വരുന്ന ഒരു മക്കൾക്കും മാതാപിതാക്കളെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിലാക്കാനോ നോക്കാതിരിക്കാനോ അവരെ കെയർ ചെയ്യാതിരിക്കാനോ കഴിയില്ല.